ഹായ് വെൽക്കം ടു എൻഗേജ് ലോ. ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയക്കുന്നത് നോക്കാം. ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണം. ടെംപ്ലേറ്റ് എന്ത് ബ്രോഡ്കാസ്റ്റ് അയക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ടെംപ്ലേറ്റ് മെറ്റ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ബോട്ട് മാനേജർ എന്ന് കാണാം. അവിടെ വരിക. ബോട്ട് മാനേജറിൽ ഇവിടെ മെസ്സേജ് ടെംപ്ലേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ വരിക. അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ക്രിയേറ്റ് മിക്സഡ് ടെംപ്ലേറ്റ് എന്ന് അടിക്കുക. ഇവിടെ ടെംപ്ലേറ്റിനൊരു പേര് കൊടുക്കണം. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. പേര് കൊടുത്തു. ഇവിടെ ലാംഗ്വേജിലൊരു മാറ്റം വരുത്തേണ്ട കാര്യമില്ല. ഇവിടെ ഹെഡർ ടൈപ്പ്, അതായത് നമ്മുടെ മെസ്സേജ് കണ്ടൻറ്റിൻ്റെ കൂടെ നമുക്ക് ഇമേജും വീഡിയോ ഒക്കെ ആഡ് ചെയ്യാം. ഡോക്യുമെൻറ്റ് വേണമെങ്കിൽ ഡോക്യുമെൻറ്റും ആഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം സൈസ് വന്നിട്ട് 20 MB ആണ്. ഞാനിപ്പോൾ ഇവിടെ ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം നമ്മുടെ മെസ്സേജും ഇമേജസൊക്കെ എങ്ങനെയാണ് വാട്സപ്പിൽ ഡിസ്പ്ലേ ആവുന്നതെന്ന്. ടെംപ്ലേറ്റ് കാറ്റഗറി ഇവിടെ കാണാം. യൂട്ടിലിറ്റി ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, OTP ഉണ്ട്. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബില്ല് അയക്കുക, ഇൻവോയ്സ് അയക്കുക, അങ്ങനത്തെ പർപ്പസിനാണ് അത് ഉപയോഗിക്കുന്നത്. മാർക്കറ്റിംഗ് പറഞ്ഞാൽ മാർക്കറ്റിംഗ് പർപ്പസിന് തന്നെ. OTP ഒതൻറ്റിക്കേഷൻ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ടെംപ്ലേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാനൊരു സാമ്പിൾ കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ താഴെ ആഡ് ബട്ടൺ എന്നുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് ഫോൺ നമ്പർ, അതായത് ആ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ഡയറക്റ്റായിട്ട് വരുന്ന രീതിയിലേക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും. വെബ്സൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇവിടെ കസ്റ്റം ബട്ടൺ കാണാം. കസ്റ്റം ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമൈസേഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കസ്റ്റം ബട്ടണും ആഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ 2 കസ്റ്റം ബട്ടണും ആഡ് ചെയ്യുന്നുണ്ട്. 2. ആദ്യം ഇവിടെ കോൾ ബട്ടൺ കാണാം. ഇവിടെ നമുക്ക് ഈ ബട്ടണിൻ്റെ ടെക്സ്റ്റ് നമുക്ക് കോളേഴ്സ് എന്നിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇവിടെ നമ്പർ ടൈപ്പ് ചെയ്യുക. നമ്മുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്തു. അതിന് ശേഷം ഇവിടെ വെബ്സൈറ്റിൻ്റെ വിസിറ്റേഴ്സ് എന്നിട്ട് കൊടുക്കുക. അത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഇത് കൊടുക്കാം. അതിന് ശേഷം ഇവിടെ 2 മോർ ഇൻഫോ ആയിട്ട് അങ്ങനെ കൊടുക്കാം. ഇവിടെ അൺസബ്സ്ക്രൈബ്, എന്ത് ടെംപ്ലേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അൺസബ്സ്ക്രൈബ് ബട്ടൺ അത് മാൻഡേറ്ററി ആയിട്ട് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അയക്കുന്ന കസ്റ്റമർ ഇൻട്രസ്റ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ അവർ അൺസബ്സ്ക്രൈബ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ മെസ്സേജ് പോവില്ല. അതിന് ശേഷം നമ്മൾ എന്താ അയക്കുന്നുണ്ടെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ അവർ പോയി റിപ്പോർട്ട് അടിക്കും. റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നമ്പറിന് അത് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് മെസ്സേജിനും അൺസബ്സ്ക്രൈബ് ബട്ടൺ ആഡ് ചെയ്യുക. ഇവിടെ മെസ്സേജ് ടെംപ്ലേറ്റിന് വന്നു മിക്സഡ് ടെംപ്ലേറ്റ് എന്നിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ടെംപ്ലേറ്റിന് നമ്മുടെ പേര് കൊടുത്തു. ഇവിടെ ഹെഡർ ടൈപ്പിൻ്റെ അവിടെ ഇമേജ് സെലക്ട് ചെയ്തു. അതിന് ശേഷം നമ്മൾ കണ്ടൻറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഫോൺ നമ്പറിൻ്റെ ബട്ടൺ ഇട്ടു, വെബ്സൈറ്റിൻ്റെ ബട്ടൺ ഇട്ടു, 2 കസ്റ്റം ബട്ടൺ ഇട്ടു. ഇനി ഞാനിത് സേവ് ചെയ്യാൻ പോവാണ്. ഇവിടെ സേവ് ആയത് കാണാം. ഇവിടെ സബ്മിറ്റഡ് എന്നായിട്ട് കാണാം. നമ്മളതിവിടെ ഈ സിങ്ക് ടെംപ്ലേറ്റ് അടിച്ചാലാണ് ടെംപ്ലേറ്റ് അപ്രൂവ് ആവുക. അവിടെ പെൻഡിങ് സ്റ്റാറ്റസിലേക്ക് അത് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്താൽ മാക്സിമം 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ എടുക്കുക അത് അപ്രൂവ് ആവാൻ വേണ്ടിയിട്ട്. ഒന്നും കൂടി നോക്കാം നമുക്ക്. ഓക്കെ, അത് കുറച്ച് സമയം എടുക്കും. ഇനി അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് നമ്പേഴ്സ്, അതായത് അയക്കാനുള്ള കോൺടാക്റ്റ് നമ്പർ ആഡ് ചെയ്താണ്. അതിവിടെ സബ്സ്ക്രൈബർ മാനേജറിൽ വന്നിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. ഇതിൽ വേറെ സെപ്പറേറ്റ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്പർ ആഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ഫൈനൽ പാർട്ട് എന്ന് പറയുന്നതാണ് ബ്രോഡ്കാസ്റ്റിംഗ്. ഇവിടെ ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് കാണാം. അവിടെ ക്രിയേറ്റ് അടിക്കുക.
അവിടെ ക്രിയേറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പിന്നെ ഒരു പേര് കൊടുക്കണം. ടെംപ്ലേറ്റ് അവിടെ എന്താണോ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് സെയിം പേര് തന്നെ വേണമെങ്കിൽ കൊടുക്കാം. എല്ലാം സ്മോൾ ലെറ്ററിൽ, സ്പേസ് പാടില്ല. അതിനുശേഷം ഇവിടെ ടെംപ്ലേറ്റ് എന്ന് കാണാം. അവിടെ എന്തൊക്കെ ടെംപ്ലേറ്റ് അപ്രൂവ് ആയിട്ടോ അത് മുഴുവൻ ഇവിടെ ഡിസ്പ്ലേ ആവും. നമ്മളിപ്പോൾ വേറൊരു ഇപ്പോഴത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ എടുക്കും. അപ്പോൾ നമ്മളിവിടെ വേറൊരു ഓൾറെഡി അപ്രൂവ് ആയിട്ടുള്ളൊരു ടെംപ്ലേറ്റാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് ആ ടെംപ്ലേറ്റ്. ഇവിടെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത സമയത്ത് ഇവിടെ നമുക്ക് മോർ ഇൻഫോ, നമ്മളവിടെ മോർ ഇൻഫോ എന്നുള്ളൊരു ബട്ടൺ ഇട്ടിട്ടുണ്ട്. ആ മോർ ഇൻഫോ എന്നുള്ള ബട്ടൺ അവിടെ നമുക്ക് നമ്മുടെ ഓട്ടോമാറ്റിക് ഫ്ലോ അല്ലെങ്കിൽ എന്താണോ നമ്മളിപ്പോൾ ഇതിന് അഡ്വർടൈസ്മെൻറ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമുക്ക് ആ പ്രോഡക്റ്റിനെ സംബന്ധിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് ഓട്ടോമാറ്റിക് റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഓട്ടോമാറ്റിക് റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിതാ ഇതൊരു പിന്നെ ഫ്ലോ ആണ്. ആ ഫ്ലോ ഞാനിവിടെ കണക്ട് ചെയ്തു. അപ്പോൾ ഈ നമ്മുടെ ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് ആരൊക്കെ അതിൽ മോർ ഇൻഫോ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ സ്പെസിഫിക് ആയിട്ടുള്ള പിന്നെ റെസ്പോൺസാണ് പോവുക. അതിനുശേഷം സ്റ്റോപ്പ് മെസ്സേജ് എന്ന് ഉദ്ദേശിക്കുന്നത് അൺസബ്സ്ക്രൈബാണ്. അപ്പോൾ നമ്മളിവിടെ അൺസബ്സ്ക്രൈബിൻ്റെ ഫ്ലോ ഉണ്ട്, അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇത് അൺസബ്സ്ക്രൈബ് എന്ന് കണ്ടു, അത് സെലക്ട് ചെയ്തു. പിന്നെ ഇവിടെ മീഡിയ ആണ്. അവിടെ നമ്മൾ ഇമേജസ് സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ അവിടെ ഇമേജസ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇൻക്ലൂഡ് ലേബൽ ഐ ഡി എന്നാണ്. ഇൻക്ലൂഡ് ലേബൽ ഐ ഡി എന്ന് വെച്ചാൽ നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് കോണ്ടാക്ട്സ് ആഡ് ചെയ്യുന്നതെന്നുള്ള അതിൽ ഉണ്ട്. എന്താണ് ഈ ലേബൽ ഐ ഡി എന്നും ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തുണ്ട്. അതിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ലേബൽ ഐ ഡി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലേബൽ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. അതിന് ശേഷം നേരെ ഇവിടെ സേവ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബൾക്ക് മെസ്സേജ് പോവുകയാണ്. ഇനി നമ്മൾ ഇപ്പോഴല്ല അയക്കുന്നത്, നാളെയാണ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആണ് അയക്കുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു ടൈമിലാണ് അയക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെൻഡിങ് ടൈം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സെൻഡ് ലേറ്റർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടൈമും ഡേറ്റൊക്കെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നമ്മൾ ഇവിടെ ടൈം സോൺ ഉണ്ട്, അവിടെയും ടൈം സോണും സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ രാത്രി 8 മണിക്കാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. പിന്നെ ടൈം സോൺ എന്ന് പറയുന്നത് UTC അല്ല GMT ആണ്. GMT 5:30 ഏഷ്യ കൊൽക്കത്ത. അത് സെലക്ട് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിന്നെ ടൈം ആകുമ്പോൾ മെസ്സേജ് പോകും. ഇനി അതല്ല വേറെ ഡേറ്റിനാണ് സെലക്ട് ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങനെ സെലക്ട് ചെയ്യാം. ഇങ്ങനെയാണ് നമുക്ക് ബ്രോഡ്കാസ്റ്റ് അയക്കേണ്ടത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.